സീരിയലിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടത് ഡിവൈഎസ്പി ഡൊമിനിക് സാർ രാജീവിനെ അന്വേഷിച്ച് സുൽത്താൻപേട്ട് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകുന്നതാണ്. അപ്പോൾ ആ അന്വേഷണത്തിനിടയിൽ യാത്ര തടസ്സപ്പെടുത്താനായിട്ട് ആരൊക്കെയോ ചേർന്ന് മുന്നിലിറങ്ങുന്നതാണ് കാണുന്നത്. അപ്പോൾ തോക്കൊക്കെ ചൂണ്ടിയിട്ട് ഡിവൈഎസ്പി പുറത്തിറങ്ങി ആരാണെന്നൊക്കെ ജീപ്പിൽ നിന്ന് ഇറങ്ങി നോക്കുമ്പോൾ ആരെയും കാണുന്നില്ല. പക്ഷേ ശാരികയുടെ ആളുകൾ അയാളെ ആക്രമിക്കുകയാണ്. അതിനുശേഷം കാണിക്കുന്നത് ഡിവൈഎസ്പിയെ പലതവണ ഫോണിൽ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്ന രാഖിയാണ്. അപ്പോൾ രാഖി ടെൻഷൻ അടിച്ചിരിക്കുന്നത് കാണുമ്പോൾ ആരതി ചേച്ചി വന്ന് ചോദിക്കുന്നുണ്ട്, എന്താ മോളെ എന്ന് ചോദിക്കുമ്പോൾ ഡൊമിനിക് സാറിന് ഞാൻ പലതവണ ഉച്ച തൊട്ട് വിളിക്കുന്നതാണ്, എന്നിട്ട് കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ സാർ ഇങ്ങനെ ഒരു വലിയ ദൗത്യത്തിന് വേണ്ടി പോയിരിക്കുന്നതല്ലേ, മോൾ ധൈര്യമായിട്ടിരിക്കുക, സാറ് വിളിച്ചോളും. ആദ്യം പറഞ്ഞത് റേഞ്ച് ഇല്ല എന്നാണ്, ഇപ്പോൾ സ്വിച്ച് ഓഫ് ആണെന്നൊക്കെ പറയുമ്പോൾ റേഞ്ച് ഇല്ലാത്ത സ്ഥലത്ത് തന്നെ ആയിരിക്കും, അതുകൊണ്ടായിരിക്കും, മോൾ വെറുതെ ടെൻഷൻ അടിക്കണ്ടെന്ന് പറയുകയാണ്. എനിക്കെന്തോ ഒരു പേടി തോന്നുന്നു. ഞാൻ മക്കളോട് പറഞ്ഞത് ഇന്ന് കിടന്നുറങ്ങിയിട്ട് നാളെ നേരം വെളുക്കുമ്പോൾ അച്ഛനെ കാണാൻ പറ്റും, അച്ഛൻ വരും എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ പറഞ്ഞു പോയി, എനിക്ക് അങ്ങനെ എന്താണോ പറയാൻ തോന്നിയതെന്നൊക്കെ പറയുമ്പോൾ ആര്യ ചേച്ചിയും പറയുകയാണ് മോളുടെ അങ്ങനെ വന്നത് ദൈവത്തിൻ്റെ എന്തെങ്കിലും ഒരു സൂചന തന്നെയായിരിക്കും, മിക്കവാറും രാജീവൻ നാളെ തന്നെ വരും, മോൾ ധൈര്യമായിട്ടിരിക്കും, രാജീവനെയും കൊണ്ട് ഡിവൈഎസ്പി വരും എന്നൊക്കെ പറഞ്ഞ് സമാധാനിക്കുകയാണ്. ഇപ്പം മോൾ പോയി കിടന്നുറങ്ങും, കുട്ടികളെയും കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങുമെന്നും പറഞ്ഞ് വിടുകയാണ്. പിന്നെ പിറ്റേ ദിവസമാണ് കാണിക്കുന്നത്. പിറ്റേ ദിവസവും ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ നിനക്ക് എന്തെങ്കിലും ഒരു വയ്യായികയോ തളർച്ചയോ തോന്നുന്നുണ്ടെങ്കിൽ ിലേക്ക് പോകുന്നില്ല എന്ന് പറയുകയാണ് ആരതി. അപ്പോൾ വേണ്ട, അത് സാരമില്ല ചേച്ചി പോയിക്കോളൂ എന്ന് പറയുകയാണ്. അപ്പോൾ ഞാൻ എന്തായാലും എൻ്റെതായ രീതിയിലൊന്ന് അന്വേഷിക്കാൻ പോവുകയാണെന്നൊക്കെ പറയുമ്പോൾ നീ എവിടെയെന്ന് വെച്ചാൽ പോയി അന്വേഷിക്കുന്നത്, സുൽത്താൻപേട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിവൈഎസ്പി പോയൊക്കെയല്ലേ, അപ്പോൾ അവർ പോയി കണ്ടുപിടിച്ചിട്ട് വരും, നീ ഒന്നിനും വേണ്ടി ഇറങ്ങണ്ടെന്നൊക്കെ പറയുമ്പോഴേക്കും അങ്ങോട്ട് ജയേട്ടനും വരികയാണ്. ഇവളുടെ വിചാരം എല്ലാം ഭയങ്കര സിമ്പിളായിട്ട് കണ്ടുപിടിക്കാമെന്നാണ്. അയാൾ പറഞ്ഞ് സിഗ്നൽ കിട്ടിയെന്ന്, അതിനെന്ത് തെളിവാണുള്ളത്, എന്നിട്ട് പോയ ആളിപ്പോൾ എന്ത് എന്നൊക്കെ പറഞ്ഞിട്ട് പറയുകയാണ്. നീ ധൈര്യമായിട്ട് ഇരിക്കുക, നമുക്ക് എന്തെങ്കിലും വഴി കണ്ടുപിടിക്കാം, നീ തൽക്കാലം ഞാനിന്ന് പുറത്തു പോയി വരുന്നവരെ നീ വീട്ടിൽ നിന്ന് അങ്ങോട്ടും പോകരുത്, അത് അപകടമാണെന്നൊക്കെ പറഞ്ഞ് തൽക്കാലം രാഖിയെ അവിടെ നിർത്തുകയാണ് പറഞ്ഞ്. എപ്പോഴേക്കും റൂമിലേക്ക് പോയി അങ്ങനെ എന്തൊക്കെ ആലോചിച്ചിരിക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ വീണ്ടും ചേട്ടൻ വന്നിട്ട് ആരതിയോട് പറയുന്നുണ്ട്, ആരതി നീ ക്ലിനിക്കിലേക്ക് പോവുകയാണെങ്കിലും നേരത്തെ വരണം എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ വരും ചേട്ടാന്ന് പറയുകയാണ്. ഞാൻ എന്തായാലും ഗീതയോട് പറഞ്ഞിട്ട് പോകാം, ഇവളെ അങ്ങോട്ടും വിടരുതെന്ന്, ഞാനൊന്ന് പുറത്തേക്ക് പോവുകയാണ്. ഞാനാണെങ്കിലും എൻ്റെതായ രീതിയിൽ രാജീവിനെ അന്വേഷിക്കാനായിട്ട് പരാതിയൊക്കെ കൊടുക്കുന്നുണ്ട്. എന്നോട് ചോദിക്കുന്നത് എനിക്കതിൻ്റെ എന്താ ആവശ്യമാണ്, നിങ്ങളുടെ ആരാണ് ഇപ്പോൾ രാജീവൻ, എനിക്ക് എൻ്റെ പെങ്ങളുടെ ഭർത്താവെന്ന് പറയാനും പറ്റില്ല, അവൾ ഡിവോഴ്സ് ചെയ്തതല്ലേ, പിന്നെ ഞാൻ എന്ത് പറയും എന്നൊക്കെ പറഞ്ഞ് ആരതിയും പറയുകയാണ്. ഇപ്പോൾ നിലവിൽ ശാരികയാണ് ഭാര്യയെങ്കിലും ആ ബന്ധം തുടരാൻ രാജീവിന് താല്പര്യമില്ല, രാഖിയുമായിട്ട് തന്നെയായിരിക്കും ഇനി തുടർന്ന് ജീവിക്കുക എന്നൊക്കെ പറയായിരുന്നില്ലേ എന്നൊക്കെ പറയുമ്പോൾ ആരാണ് ഇതൊക്കെ പറഞ്ഞാൽ വിശ്വസിക്കുന്നത്, എനിക്കിപ്പോൾ എന്തായാലും എൻ്റെ രാഖി പ്രിയപ്പെട്ടതായതുകൊണ്ട് തന്നെ രാഖിക്ക് വേണ്ടി അവൾ വിഷമിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവളുടെ കൂടെ നിൽക്കും എന്നൊക്കെ പറയുന്നത്. ഇതെല്ലാം രാഖി മേളിൽ നിന്ന് കേൾക്കുന്നുണ്ട്. അതിനുശേഷം ജയേട്ടനും അതുപോലെ തന്നെ ആരതിയും പുറത്തു പോയി കഴിയുമ്പോൾ ഗീതയെടുത്തിയെ കാണാതെ രാഖി പുറത്തേക്ക് പോവുകയാണ്. ഗീതയെടുത്തി പുറകെ വന്ന് പറയുന്നുണ്ട്, മോളെ പോകല്ലേ, ജയേട്ടൻ വന്ന് ചോദിച്ചാൽ ഞാൻ എന്ത് മറുപടി പറയും, പോകല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അത് കേൾക്കാതെ രാഖി പോവുകയാണ്. ശാരികയും ദുർഗാബായിയുമാണ് കാണിക്കുന്നത്. ഡിവൈഎസ്പി ഡൊമിനിക്കിന് ഇപ്പോൾ എന്താ സ്ഥിതി, അയാൾ അന്വേഷിച്ച് പോകാൻ പോയിരിക്കുന്നു, അവിടുത്തെ നാട്ടുകാർ അയാളെ പിടികൂടി എന്നൊക്കെ പറയുമ്പോൾ നാട്ടുകാരെല്ലാം നമ്മളുടെ ആൾക്കാർ തന്നെയാണ്, ഞാൻ ഏൽപ്പിച്ച ആൾക്കാരാണെന്ന് ദുർഗാബായി പറയുകയാണ്. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് ജഗന്നാഥൻ വരികയാണ്. ജഗന്നാഥൻ വന്നിട്ടൊരു ഫയൽ തിരിച്ച് ഏൽപ്പിക്കുകയാണ്. നിൻ്റെ സ്വത്തുക്കളൊന്നും ഞാനിനി കയ്യിൽ വെച്ച് അനുഭവിക്കാനൊന്നും പോകുന്നില്ല, ഞാനിവിടെ നിന്ന് പോവുകയാണ്, ഞാൻ നിന്നെ വിവാഹം കഴിക്കാൻ വേണ്ടി വന്നതാണ്, അത് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ചധികം കാര്യങ്ങൾ ചെയ്തു, അതിമോഹമായി പോയി, എനിക്കെല്ലാം മനസ്സിലായി, ഞാൻ ഇതെല്ലാം തിരിച്ചേൽപ്പിക്കുകയാണ്, ഞാൻ തിരിച്ച് കാനഡയിലേക്ക് തന്നെ പോവുകയാണ് എന്നൊക്കെ പറയുകയാണ്. എന്നിട്ട് ഫയൽ കൊടുക്കുന്നു, നിനക്ക് ഈ സ്വത്തെല്ലാം എപ്പോൾ വേണമെങ്കിലും നിൻ്റെ പേരിൽ തിരിച്ച് രജിസ്റ്റർ ചെയ്ത് തരാൻ ഞാൻ തയ്യാറുമാണ്, എപ്പോൾ വേണമെങ്കിലും വിളിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നതാണ് കാണിക്കുന്നത്. രാഖി സുൽത്താൻപേട്ടിലേക്ക് ഡ്രൈവ് ചെയ്ത് പോകുന്നതാണ് കാണിക്കുന്നത്. ഇടയ്ക്ക് കോള് വരുന്നുണ്ട്. ആരതി ചേച്ചി ചോദിക്കുന്നത്, നീ എങ്ങോട്ടായി പോയി, നിന്നോട് പുറത്ത് പോയെന്ന് പറഞ്ഞതല്ലേ എന്നൊക്കെ പറയുമ്പോൾ ഞാൻ എൻ്റെതായ രീതിയിൽ അന്വേഷിക്കാൻ തന്നെ തീരുമാനിച്ചു, എനിക്ക് എൻ്റെ രാജീവേട്ടനെ എങ്ങനെയും കണ്ടുപിടിക്കണം, അതിനുവേണ്ടി ഞാൻ പോവുകയാണ്, കൂടുതൽ ഞാനൊന്നും സംസാരിക്കുന്നില്ല, എൻ്റെ ഫോൺ കോളും ടാപ്പ് ചെയ്യുന്നുണ്ടോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ വിളിച്ചോളാം എന്ന് പറഞ്ഞ് കട്ട് ചെയ്യുകയാണ്. സുൽത്താൻപേട്ടിലെത്തി അവിടെ വഴി അറിയാതെ നിൽക്കുന്ന രാഖി പെട്ടെന്ന് അവിടെ വെച്ച് അമ്മിണിയമ്മയെ കാണുകയാണ്. അമ്മിണിയമ്മയെന്ന് പറഞ്ഞ് വിളിച്ചിട്ട് അവർ പരസ്പരം കെട്ടിപ്പിടിച്ച് സന്തോഷം പങ്കുവയ്ക്കുകയാണ്. അമ്മിണിയമ്മ എന്താ ഇവിടെ എന്ന് പറയുമ്പോൾ ഞാൻ ഇവിടെയാണിപ്പോൾ, അതെല്ലാം പറയാം മോളെ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കുറച്ച് പലഹാരമൊക്കെ ഇപ്പോൾ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു പണി പിടിച്ചിട്ടുണ്ട്, അങ്ങനെയൊക്കെ ചെറിയ വരുമാനമൊക്കെ ഉണ്ട്, മോള് വാന്ന് പറഞ്ഞിട്ട് എല്ലാം നമുക്ക് വീട്ടിൽ പോയി എന്ന് പറയാം, രാജീവേട്ടനെ അന്വേഷിച്ചാണ് ഞാൻ വന്നതെന്നൊക്കെ പറയുമ്പോൾ എല്ലാം വീട്ടിൽ പോയി സംസാരിക്കാമെന്ന് പറഞ്ഞിട്ട് അമ്മിണിയമ്മ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ് രാഖി. അവിടെ ചെല്ലുമ്പോൾ തുളസിയെയും കാണും. തുളസിക്ക് വളരെയധികം സന്തോഷമാവുന്നു. അവർ അകത്തിരുന്ന് സംസാരിക്കുകയാണ് കൂടുതൽ. അമ്മിണിയമ്മയും രാഖിയോട് പറയുകയാണ്, ഞങ്ങളെ ഈ സ്ഥിതിയിൽ ഇങ്ങനെ കൊണ്ടുവന്ന് രക്ഷിച്ചത് രാജീവ് സാറാണ്,
സാറാണെന്ന് ഹോസ്പിറ്റലിൽ നിന്നും ഞങ്ങളെ ഇങ്ങോട്ട് ആക്കിയത്. അത് ഞങ്ങളുടെ ഒരു ബന്ധുവീട്ടിലാണെന്നൊക്കെ വെറുതെ പറഞ്ഞതാണ്. ഇന്ന് വരെയുള്ള സകല ചെലവുകളും മാസം മാസം എല്ലാം അയച്ചു തന്നിരുന്നതെല്ലാം രാജീവ് സാറാണ്. ഞങ്ങളുടെ ദൈവമാണ് രാജീവ് സാർ എന്നൊക്കെ പറയുകയാണ്. സാറിന് അന്ന് തന്നെ അറിയാമായിരുന്നു ഞാൻ സംസാരിച്ചു തുടങ്ങിയ കാര്യം. ഞാൻ പതുക്കെ നടക്കുന്നുണ്ടായിരുന്നു. ഇതെല്ലാം അറിഞ്ഞ് രാജീവ് സാർ, ഷാരി ഇത് അറിയാൻ പാടില്ല, ഇതെല്ലാം അവൾക്കെതിരെ തെളിവെല്ലാം കിട്ടിക്കഴിഞ്ഞിട്ട് അവളെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും അങ്ങനത്തെ തെളിവുകളും കാര്യങ്ങളും വേണ്ട സമയത്ത് മാത്രം ഇത് അറിഞ്ഞാൽ മതി എന്നൊക്കെ എന്നോട് പറഞ്ഞതനുസരിച്ചാണ് ഞങ്ങളിതെല്ലാം സീക്രട്ടാക്കി വെച്ചതെന്നൊക്കെ പറയുകയാണ്. അതിനുശേഷം രാഗിയുടെ അവസ്ഥയെ പറയുകയാണ്. അപ്പോൾ രാഗിക്ക് ഫേസ് ചെയ്യേണ്ടി വന്ന കുത്തേൽക്കലും അതുപോലെ രാജീവിനെ ഇടയ്ക്ക് വെച്ച് മിസ്സായ കാര്യങ്ങളെല്ലാം പറയുമ്പോൾ അവർ ഇനി പേടിക്കേണ്ട ചേച്ചി, ഞങ്ങളെ ഒപ്പമുണ്ട്, ഇവിടെ എവിടെയുണ്ടെങ്കിലും നമുക്ക് കണ്ടുപിടിക്കാൻ രാജീവ് സാറിനെ എന്ന് പറഞ്ഞ് ഉറപ്പ് കൊടുക്കുകയാണ്. പക്ഷേ രാഖയും അമ്മിണിയമ്മയും കൂടി രാജീവിനെ അന്വേഷിച്ചിറങ്ങുകയാണ്. ഇടയ്ക്കിടെ വഴിയാത്രക്കാരോട് ചോദിക്കുന്നുണ്ട് ഇവിടെ ആളൊഴിഞ്ഞ കെട്ടിടമോ മറ്റോ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആർക്കും അറിയില്ല എന്ന് പറയുന്നു. അങ്ങനെ പോകുന്നതിനിടയിൽ ആ ദുർഗാബായി ഏൽപ്പിച്ച ആ കൂട്ടത്തെ, അതായത് ഡിവൈഎസ്പിയെ ആക്രമിച്ച ആൾക്കാരും ഇവരെ കാണുന്നുണ്ട്. രാഖിയെയും അമ്മിണിയമ്മയും അവർ ഫോളോ ചെയ്ത് വരുന്നു. ഇവരിതൊന്നും അറിയുന്നില്ല. അങ്ങനെ അവർ അവരുടെ യാത്ര തുടരുന്നത് കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഓക്കെ, ബൈ.